വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബ്രാൻഡ് ന്യൂ ഹിമാലയൻ 450 ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. സോ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേ നമ്മുടെ സൂപ്പർ മീറ്റിയോറിലും അതേപോലെ തന്നെ നമ്മുടെ GTയിലും ഒക്കെ കണ്ടുവരുന്ന പോലെ ഒരു റൗണ്ട് LED ഹെഡ്ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. രാത്രി നൈറ്റ് റൈഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെട്ടം തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ LED ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ചെറിയ വിൻഷീൽഡ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടാങ്ക് ഗാർഡ് ആയാലും എല്ലാത്തിലും തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ ഹിമാലയൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും മോട്ടോക്രോസ് ബൈക്കുകളിലൊക്കെ കണ്ടുവരുന്ന പോലെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബീക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ മണ്ണൊക്കെ തെറിക്കാതിരിക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഈ ഹിമാലയൻ്റെ എഞ്ചിനിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 452cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം 40 Nm ടോർക്കും 40 ഹോഴ്സ് പവേഴ്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ എഞ്ചിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് 36 Nm ഓഫ് ടോർക്ക് നമുക്ക് തരുന്നുണ്ട്. അത് 3000 RPM തന്നെ. ഈ ടോർക്കിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടേക്കൂ. പിന്നെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഗിയറിലും നോക്ക് ചെയ്ത് ഓടിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടേക്കണേ. നമ്മുടെ ഈ ചെയിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ചെയിൻ സ്ലൈഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അഡ്വഞ്ചറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഒന്ന് ചരിഞ്ഞ് വീണാൽ അബദ്ധവശാൽ നമ്മുടെ കൈ ഈ ചെയിൻ്റെ ഇടയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന ടൂൾസ് എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ടൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ബാക്ക് സീറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുതിയ ഹിമാലയൻ്റെ ഓവറോൾ ലുക്ക് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓസം. പിന്നെ നമ്മുടെ പഴയ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു ഓഡോമീറ്ററാണ് വന്നേക്കുന്നത്. അത് ഡിജിറ്റൽ ഓഡോമീറ്ററാണ് വന്നേക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ട്രിപ്പ് അസിസ്റ്റൻറ്റ്, ട്രിപ്പ് നാവിഗേഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓവറോൾ ഈ ഹിമാലയൻ്റെ ലുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഇത്തിരി ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇതിൽ നമുക്ക് വന്നിട്ട് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്കും ലിങ്കേജ് ടൈപ്പ് മോണോ ഷോക്കാണ് വന്നേക്കുന്നത്. അതും 200 mm ട്രാവലിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ഫോക്ക് ഗാർഡും ഉണ്ട്. ഫോക്ക് ഗാർഡിൽ ഹിമാലയൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് 43 mm ഫോർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 200 mm ട്രാവലും ഉണ്ട്. ഇത് അഡ്വഞ്ചർ ബൈക്ക് ആണല്ലോ. നമ്മുടെ പുതിയ ഹിമാലയനിൽ വന്നിട്ട് 90/90 21 ഇഞ്ചിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ 120/90 17 ഇഞ്ച് ടയേഴ്സാണ് റയർ വീലായിട്ട് വന്നേക്കുന്നത്. അതേപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നില്ല. പിന്നെ സ്പോക്ക് വീൽസും ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടി കയറിയിരുന്ന് ഇനി സംസാരിക്കാം. ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുതിരയുടെ പുറത്തിരിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ട്. കാരണം ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണല്ലോ. പിന്നെ പോരാഞ്ഞത് നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം ഇത് 825 to 845 mm ആണ് സീറ്റ് ഹൈറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് 196 kgs ആണെങ്കിലും പക്ഷേ ഇത് കുറച്ചും കൂടെ ഹെവിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ഹിമാലയനെക്കാട്ടും കുറച്ചും കൂടി ഹെവിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഒരു റൗണ്ട് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിനകത്താണ് ഇപ്പോൾ റെവ് ചെയ്ത് കയറ്റിയേക്കുന്നത്. പിന്നെ ഇപ്പോൾ സെക്കൻഡിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഹാൻഡിലൊക്കെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ലോ സ്പീഡ് പോവുകയാണെങ്കിൽ ലോ ഗിയേഴ്സിൽ തന്നെ പോക്ക് നടക്കുള്ളൂ, അല്ലാതെ ഹൈ ഗിയേഴ്സിൽ ലോ സ്പീഡ് നടക്കില്ല. അതേപോലെ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു ലോ സ്പീഡിൽ ഹൈ ഗിയേഴ്സിലിട്ടോട്ട് പോകാനായിട്ട്, പക്ഷേ അത് നടന്നില്ല. അതും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അത് ഈ വീഡിയോൻ്റെ എൻഡിലേക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരു റൗണ്ട് ഈ വണ്ടി ഓടിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എക്സോസ് നോട്ട് കേൾപ്പിച്ചു തരാം. നമ്മുടെ പുതിയ ഹിമാലയന് റയറിലും ഫ്രണ്ടിലും രണ്ടിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കെന്തായാലും ഇനി നമുക്കൊന്ന് റോഡിൽ ഓടിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമുക്കൊന്ന് റോഡിലേക്കൊന്ന് വണ്ടി ഇറക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ ഇടയിൽ നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും
ഇതിനകത്ത് നമുക്ക് വന്നിട്ട് ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വന്നിട്ട് 17 ലിറ്റേഴ്സോളം ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ മൈലേജ് ഏകദേശം ഒരു 25 to 30 കിട്ടും. സിറ്റിയിലാണെങ്കിൽ വീണ്ടും കുറയും. പിന്നെ ഇതിനകത്ത് വന്നിട്ട് നമുക്കൊരു USB ചാർജിങ് പോർട്ടലുണ്ട്. പിന്നെ ഒരു 4 ഇഞ്ചിൻ്റെ റൗണ്ട് TFT ഇൻസ്ട്രുമെൻറ്റ് കൺസ്യൂളും ഉണ്ട്. ഇത് നമുക്ക് ഫോണിനകത്ത് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നാവിഗേഷനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. എന്താണെന്ന് അറിയില്ല, ഈ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ടേ ഈ ബൈക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ട്രിപ്പിന് പോകണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഫീല് എനിക്ക് എന്തുകൊണ്ടോ ഈ ബൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് വലിച്ചെടുത്ത് നോക്കാം. ഇത് നമ്മൾ വെറുതെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് പട്ടേന്നും പറഞ്ഞ് കയറി പോകുന്നുണ്ട്. നല്ലൊരു ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നല്ലൊരു ടോർക്കി റെസ്പോൺസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3rd ഗിയറിലാണ്. നമുക്ക് എന്തായാലും 3rd ഗിയറിൽ സ്ലോ സ്പീഡിൽ പോകാൻ പറ്റുമോ നോക്കാം. ഇല്ല ഗൈസ്, നമുക്കങ്ങനെ ഹൈ ഗിയറിൽ സ്ലോ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ എന്തായാലും ഗിയർ ഡൗൺ ചെയ്ത് തന്നെ പോകണം. നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിന് വേറൊരു പേരും കൂടിയിട്ടുണ്ട്. ഷെർപ്പ 450 എന്നും കൂടിയിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് പേരിട്ടിട്ടുണ്ട്. ആ പേര് വരാൻ കാരണം വേറൊന്നുമല്ല, ഈ ഹിമാലയൻ മൗണ്ടെയിൻസ് ഒക്കെ കയറാനായിട്ടൊക്കെ അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെർപ്പ ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ ഈ ഷെർപ്പ എന്ന വാക്ക് അവരെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മലയും കയറാൻ സഹായിക്കുന്ന ഒരാൾ. അതാണ് ഈ എൻജിന് അവർ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാക്ട്ലി KTM ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ടൂറിങ്ങിന് പറ്റിയ ബൈക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ദിസ് ഈസ് എക്സാക്ട്ലി ഗുഡ് ഫോർ ടൂറിങ്. ഇതിൽ ഇപ്പോൾ ഇത്രയും നേരം ഓടിച്ചിട്ട് തന്നെ ആ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് ഒരു ലോങ് ട്രിപ്പൊക്കെ പോകാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചിനകത്ത് ഒരു 100 കിലോമീറ്റേഴ്സ് ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ ഈ ഒരു എൻജിനകത്ത് നമുക്ക് മറ്റ് റോയൽ എൻഫീൽഡുകളെ പോലെ ആ ഒരു തമ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു സ്പോർട്ടി എൻജിനാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ അവർ റീഡിസൈൻ ചെയ്ത് ഒത്തിരിയും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് എ ബിഗ് ചേഞ്ച് ഇൻ ദിസ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് ഇത്രയും നേരം ഇവിടേക്ക് വന്നു. നമുക്കിനി ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വലിച്ചെടുക്കാം, അതായത് നോക്ക് ചെയ്ത് ഓടിക്കാം. ആ ഒരു ഹൈ RPM-നകത്ത് റെബിൻ്റെ സൗണ്ട് പറഞ്ഞാൽ നിങ്ങളതിനകത്ത് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡാർക്ക് ആവുകയും അതേപോലെ തന്നെ ലൈറ്റ് തീം ആവുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ഒരു ഹൈ RPM സൗണ്ട് മോഡ് വെച്ച് നിങ്ങൾ കണ്ടു, അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു എഞ്ചിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന ക്യാമറയിൽ വെള്ളം വീഴല്ലേ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇത്രയും ഓടിച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒരു ഇത്തിരി ഹീറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു 450cc എഞ്ചിനാണല്ലോ, നോർമലി ഇതിന് ഒരു ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്തിരി ആ ഒരു തൈയുടെ റീജിയനകത്തേക്കൊക്കെ ഇത്തിരി ഹീറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്ററിലായിരുന്നു? അതെ.
അപ്പോൾ നമ്മുടെ പുതിയ ഹിമാലയൻ 450യുടെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹിമാലയൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പ്യുവർ അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കാണ്. അപ്പോൾ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ബൈക്ക് എടുക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.